എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് അർത്ഥത്തോടു കൂടിയുള്ള ഖുർആൻ പാരായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയിലെ 77 മുതൽ 87 വരെയുള്ള വചനങ്ങളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സാജിറ, കൂടെ മകൾ അൻസിദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ഔഹൈനാ ഇലാ മൂസാ അൻ അസ്രി ബിഇബാദി ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹ്രി ബഅ്സൻ ലാ തഖാഫു ദറകൻ വലാ തഖ്ശാ. മൂസയ്ക്ക് നാം ഇപ്രകാരം ബോധനം നൽകുകയുണ്ടായി: എൻ്റെ ദാസന്മാരെയും കൊണ്ട് രാത്രിയിൽ നീ പോകുക. എന്നിട്ട് അവർക്ക് വേണ്ടി സമുദ്രത്തിലൂടെ ഒരു ഉണങ്ങിയ വഴി നീ ഏർപ്പെടുത്തി കൊടുക്കുക. ശത്രുക്കൾ പിന്തുടർന്ന് എത്തുമെന്ന് നീ പേടിക്കേണ്ടതില്ല, യാതൊന്നും നീ ഭയപ്പെടേണ്ടതുമില്ല. فأتبعهم فرعون بجنوده فغشيهم من اليم ما غشيهم. അപ്പോൾ ഫിറഔൻ തന്റെ സൈന്യങ്ങളോട് കൂടി അവരുടെ പിന്നാലെ ചെന്നു. അപ്പോൾ കടലിൽ നിന്ന് അവരെ ബാധിച്ചതെല്ലാം അവരെ ബാധിച്ചു. وأضل فرعون قومه وما هدى. ഫിർഔൻ തന്റെ ജനതയെ ദുർമാർഗത്തിലാക്കി, അവൻ നേർവഴിയിലേക്ക് നയിച്ചില്ല. യാ ബനീ ഇസ്രായീല ഖദ് അൻജയ്നാകും മിൻ അദുവ്വികും വവഅദ്നാകും ജാനിബത്തൂരിൽ അയ്മന വനസ്സൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവാ. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ ശത്രുവിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തുകയും തൂർ പർവ്വതത്തിന്റെ വലതുഭാഗം നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തരികയും മന്നായും സൽവായും നിങ്ങൾക്ക് നാം ഇറക്കി തരികയും ചെയ്തു. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീഹി ഫയഹില്ല അലൈക്കും അളബി വമൻ യഹ്ലിൽ അലൈഹി അളബി ഫഖദ് ഹവാ. നിങ്ങൾക്ക് നാം തന്നിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക, അതിൽ നിങ്ങൾ അതിരു കവിയരുത്. നിങ്ങൾ അതിരു കവിയുന്ന പക്ഷം എൻ്റെ കോപം നിങ്ങളുടെ മേൽ വന്നിറങ്ങുന്നതാണ്. എൻ്റെ കോപം ആരുടെ മേൽ വന്നിറങ്ങുന്നുവോ അവൻ നാശത്തിൽ പതിച്ചു. വഇന്നീ ലഗഫാറുൻ ലിമൻ താബ വആമന വഅമില സ്വാലിഹൻ സുമ്മ ഇഹ്തദാ. പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും പിന്നെ നേർമാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്തവർക്ക് തീർച്ചയായും ഞാൻ ഏറെ പുറത്തു കൊടുക്കുന്നവനത്രേ. വമാ അഅ്ജലക അൻ ഖൗമിക യാ മൂസാ. അല്ലാഹു ചോദിച്ചു: ഹേ മൂസ, നിന്റെ ജനങ്ങളെ വിട്ടേച്ച് നീ ധൃതിപ്പെട്ട് വരാൻ കാരണമെന്താണ്? ഖാല ഹും ഉലാഇ അലാ അഥരി വഅജിൽതു ഇലൈക റബ്ബി ലിതർദാ. അദ്ദേഹം പറഞ്ഞു, അവരിതാ എൻ്റെ പിന്നിൽ തന്നെയുണ്ട്. എൻ്റെ രക്ഷിതാവേ, നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് ധൃതിപ്പെട്ടു വന്നിരിക്കുന്നത്. ഖാല ഫഇന്നാ ഖദ് ഫതന്നാ ഖൗമക മിൻ ബഅദിക വഅളല്ലഹുമുസ് സാമിരിയ്യ. അവൻ അല്ലാഹു പറഞ്ഞു, എന്നാൽ നീ പോന്ന ശേഷം നിന്റെ ജനതയെ നാം പരീക്ഷിച്ചിരിക്കുന്നു. സാമിരി അവരെ വഴിതെറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. فرجع موسى إلى قومه غضبان آسفا قال يا قوم ألم يعدكم ربكم وعدا حسنا أفطال عليكم العهد أم أردتم أن يحل عليكم غضب من ربكم فأخلفتم موعدي. അപ്പോൾ മൂസ തന്റെ ജനങ്ങളുടെ അടുത്തേക്ക് കുപിതനും ദുഃഖിതനുമായിക്കൊണ്ട് തിരിച്ചു ചെന്നു.
അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ഉത്തമമായൊരു വാഗ്ദാനം നൽകിയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് കാലം ദീർഘമായിപ്പോയോ? അഥവാ നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കോപം നിങ്ങളിൽ ഇറങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ എന്നോടുള്ള നിശ്ചയം നിങ്ങൾ ലംഘിച്ചതാണോ? قالوا ما أخلفنا موعدك بملكنا ولكننا حملنا أوزارا من زينة القوم فقذفناها فكذلك ألقى السامري. അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ ഹിതമനുസരിച്ച് താങ്കളോടുള്ള നിശ്ചയം ലംഘിച്ചതല്ല. എന്നാൽ ആ ജനങ്ങളുടെ ആഭരണ ചുമടുകൾ ഞങ്ങൾ വഹിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങളത് തീയിൽ എറിഞ്ഞു കളഞ്ഞു. അപ്പോൾ സാമരിയും അപ്രകാരം അത് തീയിലിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.